ഡിവൈൻ ഇൻക്രീസ്, അതാണ് നമ്മൾ ചിന്തിച്ചു വരുന്ന നമ്മുടെ വിഷയം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കാനിടയായി ഒരു ദൈവിക വർധനവ്, ഒരു ഡിവൈൻ ഇൻക്രീസ്. ഡിവൈൻ ഇൻക്രീസ് എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി അതിൻ്റെ അർത്ഥം എന്ന് ചിന്തിച്ചാൽ, സ്തോത്രം, വർധനവ് എല്ലാ മേഖലകളിലും എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. ലോകത്തിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ കണ്ണുകൾ ഓടിച്ചാൽ വർധനവുണ്ടല്ലേ. ധനവാന്മാരുടെ ധനം വർദ്ധിക്കുന്നുണ്ട്, ബിസിനസ് വർദ്ധിക്കുന്നുണ്ട്, ജനങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. വർധനവ് ഈ ലോകത്തിൻ്റെ പ്രക്രിയയാണ്. പക്ഷേ ഡിവൈൻ ഇൻക്രീസ് എന്ന് പറയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഡിവൈൻ ഇൻക്രീസ് എന്ന് പറയുന്നത്, ഡിവൈൻ ഇൻക്രീസ് സൂപ്പർ നാച്ചുറൽ മൾട്ടിപ്ലിക്കേഷനാണ്. മനസ്സിലായോ? ഓർ സൂപ്പർ നാച്ചുറൽ ഗ്രോത്ത് ദാറ്റ് ഓൺലി കംസ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന അസാധാരണമായ ഒരു വർധനവിനെയാണ് ഡിവൈൻ ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിവൈൻ ഇൻക്രീസ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ മൾട്ടിപ്ലിക്കേഷൻ, സൂപ്പർ നാച്ചുറൽ ഗ്രോത്തിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഞാൻ ഓർപ്പിച്ചല്ലോ, വിവിധ മേഖലകളിൽ മനുഷ്യന് വർധനവിനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ബിസിനസ്സിലുള്ള വർധനവ്, ധനത്തിലുള്ള വർധനവ്, ജനത്തിലുള്ള വർധനവ്. എന്നാൽ ഇവിടെ പറയുന്നത് സാധാരണമായ നാച്ചുറലായിട്ടുള്ള ഒരു വർധനവെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു വർധനയെ കുറിച്ചല്ല. ഇവിടെ പറയുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ ഇൻക്രീസ്, അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതായത് മനുഷ്യ ജീവിതത്തിലെ ആത്മീയവും ഭൗതികമായ ഒരു ദൈവത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വർധനവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ സൂപ്പർ നാച്ചുറൽ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എല്ലാ അസാധ്യതകളുടെ മധ്യത്തിൽ, സ്തോത്രം, പ്രതീക്ഷ അറ്റുപോയ സാഹചര്യത്തിൽ, ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന, പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത ഒരവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു വർധനവിനെയാണ് സൂപ്പർ നാച്ചുറൽ വർധനവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻക്രീസ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. വേർ there is no hope, ഒരു പ്രതീക്ഷയില്ല, സാഹചര്യം അനുകൂലമല്ല, സ്തോത്രം, മാനുഷികമായ ലോജിക്കായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അബ്സല്യൂട്ട്ലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു വസ്തുതയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി മുഖാന്തരം ഉണ്ടാകുന്ന ഒരു വർധനവാണ് സൂപ്പർ നാച്ചുറൽ വർധനവ് എന്ന് പറഞ്ഞത്. അപ്പം ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് ചില സൂപ്പർ നാച്ചുറൽ ഇൻക്രീസ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുക. സ്തോത്രം. ഈ ഇൻക്രീസ്, വർധനവ് വിവിധ മേഖലകളിലുണ്ട്. ഒന്ന്, നമ്മുടെ സ്പിരിച്വൽ മണ്ഡലത്തിൽ വർധനവുണ്ട്, ആത്മീയമായ വർധനവ്. രണ്ട്, ഫിസിക്കൽ ഏരിയയിൽ വർധനവുണ്ട്. അപ്പം ഇതെല്ലാം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് പല നിലയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് പ്രാരംഭമായി നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു വർധനവ് എങ്ങനെ സംഭവിക്കും, അതിൻ്റെ സ്റ്റെപ്സ് ആണ് ഞാൻ ഇന്ന് പകൽക്കാലം പ്രാരംഭമായത്. സ്റ്റെപ്സ് ഫോർ ദി സൂപ്പർ നാച്ചുറൽ ഇൻക്രീസ്. എങ്ങനെയാണ് ഒരു ആത്മീയമായ അസാധാരണമായ ഒരു വർധനവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത്. അടുത്ത ആഴ്ചകളിൽ ദ സ്പിരിച്വൽ ഡയമെൻഷനിലേക്ക് നമുക്ക് ചിന്തിക്കാനിടയായി തരും, ദൈവം അനുവദിച്ചാൽ. സ്തോത്രം. അതിനുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം നിങ്ങളുമായി ഷെയർ ചെയ്തിട്ട് ആ വചനത്തിൽ നിന്ന് അല്പമായി നമുക്ക് ഒരുമിച്ച് ചിന്തിച്ച് നിർത്തുവാനാണ് താല്പര്യപ്പെടുന്നത്. സ്തോത്രം. അതിനെ ആധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഗെനസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയാൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവന്റെ കൂടെയുള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. മതി, സ്തോത്രം, മതി, അത്ര നിൽക്കട്ടെ. പ്രൈസ് ഗോഡ്. ഈ
സംഭവം നമുക്കെല്ലാവർക്കും വളരെ പരിചയമാണ്. നമ്മൾ പലപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ദൈവം എനിക്ക് തന്ന ഈ വർധനവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അതിൻ്റെ സ്റ്റെപ്സ് എന്താണ്, അതിൻ്റെ പടികൾ, അതാണ് ഈ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. ഇവിടെ ആ 2 വാക്യങ്ങൾ എന്നെ സ്പർശിച്ചു. അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറായി. മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2ഉം മുങ്ങുവാറാവോളം നിറവ്. സ്തോത്രം. there's an increase, ഒരു വർധനവ് അവിടെ കാണുകയാണ്. അപ്പോൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണപ്പെടുന്ന ഒരു സംഭവമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ ചിന്തിച്ചാൽ അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ലൂക്കോസ് രേഖപ്പെടുത്തിയതിനു ശേഷം 5-ാം അധ്യായത്തിൽ തുടങ്ങുമ്പോൾ ഒരു പ്രത്യേകമായ സംഭവത്തോടു കൂടി ആരംഭിക്കുന്നു. 1 മുതൽ നമ്മൾ ചിന്തിച്ചാൽ 1-ാം അധ്യായത്തിൽ ലൂക്കോസ് യോഹന്നാൻ സ്നാപകൻ്റെ മാതാപിതാക്കളായ സെഖരിയാവിനെയും എലിസബത്തിനെയും പരിചയപ്പെടുത്തുകയാണ്. അതുകൂടാതെ എലിസബത്തിൻ്റെയും മറിയയുടെയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ ജനനവും ദേവാലയത്തിൽ കൊണ്ടുപോയി യേശുവിനെ സമർപ്പിക്കുന്നതും ദേവാലയത്തിൻ്റെ വാതിൽക്കൽ യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തുകിടക്കുന്ന 2 പ്രായമുള്ള മനുഷ്യരെയും കാണാം. ആരൊക്കെയാണെന്നറിയാമോ? ഹന്നയും ശിമിയോനും. ഈ 2 വ്യക്തികളെയും ആ 2-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ അവിടെ ആരംഭിക്കുകയാണ്. അതോടുകൂടി യേശു വളർന്നു. ആ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിലുള്ള സ്നാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മരുഭൂമിയിലേക്ക് സ്നാനപ്പെട്ട യേശു മരുഭൂമിയിലേക്ക് നടത്തപ്പെടുത്തുകയും മരുഭൂമിയിൽ വെച്ച് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന ആ കാര്യവും അതേ തുടർന്ന് തൻ്റെ സ്വന്തം പട്ടണമായ നസ്രത്തിലുള്ള യേശുവിൻ്റെ ശുശ്രൂഷയും കഫർനഹൂമിലുള്ള യേശുവിൻ്റെ ശുശ്രൂഷയുമാണ് 4-ാം അധ്യായത്തിൽ വരുന്നത്. 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ നമ്മൾക്ക് കാണാം യേശു ഗലീലയിലേക്ക് വരികയാണ്. ഈ യേശു ഗലീലയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ജനങ്ങൾ യേശുവിനെ തടയാൻ തുടങ്ങി. തടഞ്ഞത് മറ്റൊന്നുമല്ല, അവൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി. യേശുവിനെ അവിടെ നിന്ന് യേശു ഗലീലയിൽ നിന്ന് വിട്ടുപോകാൻ താല്പര്യപ്പെട്ടപ്പോൾ ജനങ്ങൾ യേശുവിനെ തടയുക, പോകരുത്. സ്തോത്രം. അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 42-ാം വാക്യം 4-ന്റെ നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തിരഞ്ഞു. അവൻ്റെ അരികെ വന്ന് തങ്ങളെ വിട്ടു പോകാതിരിപ്പാൻ അവരെ തടുത്തു. സ്തോത്രം. അപ്പോൾ ജനം യേശുവിൻ്റെ അരികെ വന്ന് യേശു പോകാതിരിക്കാൻ വേണ്ടി യേശുവിനെ തടുക്കുക. അപ്പോൾ അവിടെ അതിനുശേഷം യേശു ഗലീലയിലേക്ക് വന്നു. അവർ തടുത്തുവെങ്കിലും യേശു ഗലീലയിൽ വന്നു. ഗലീലുള്ള പള്ളിയിൽ യേശു പ്രസംഗിച്ച ശേഷം അടുത്ത ദിവസം ഒരു ദിവസം രാവിലെ യേശു നേരെ പോവുകയാണ് ഗന്നസരത്ത് തടാകത്തിൻ്റെ അരികിലേക്ക്. അതാണ് 5-ാം അധ്യായം തുടങ്ങുന്നത്. അപ്പോൾ മുകളിൽ കഫർനഹൂമിലും ഒക്കെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് പള്ളിയിലൊക്കെ പ്രസംഗം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ യേശു, സ്തോത്രം, ഈ ഗന്നസരത്ത് തടാകത്തിൻ്റെ വാതിക്കൽ അരികിലേക്ക് യേശു വരികയാണ്. അപ്പോൾ ഇവിടെ ഈ ഗന്നസരത്ത് തടാകം എന്ന് പറയുന്നത് പല പേരുകൾ പറയുന്നുണ്ട്. അറിയാമോ? ഗലീല തടാകം എന്ന് പറയുന്നുണ്ട്, തിബരിയാസ് കടൽ എന്ന് പറയുന്നത്. ഇതെല്ലാം സെയിം ഈ ഗലീല അല്ലെങ്കിൽ ഗന്നസരത്ത് തടാകത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ് 5-ാം അധ്യായം തുടക്കത്തിൽ. അവൻ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ മതി. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചല്ലോ, മുകളിൽ യേശു 4-ാം അധ്യായത്തിൽ തൻ്റെ പുരുഷാരത്തോടൊക്കെ സംസാരിച്ച് പള്ളിയിലൊക്കെ പ്രസംഗിച്ചിട്ട് നേരെ യേശു ഗന്നസരത്ത് തടാകത്തിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതാ പുരുഷാരം എന്ത് ചെയ്യുക? ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഈ വാതുക്ക വന്ന ജനം, സ്തോത്രം, യേശുവിൻ്റെ വചനം കേൾക്കാൻ, അല്ലേ, അവിടെയും കൂടി യേശുവിൻ്റെ വചനം കേൾക്കാൻ അവനെ തിക്കിക്കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഈ കടലിൻ്റെ മുന്നിലൊരു തിരക്ക് മറ്റൊന്നിനുമല്ല, വചനം കേൾക്കാനുള്ളൊരു തിരക്കാ. സ്തോത്രം. അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്
ഈ പുരുഷാരം വചനം കേൾക്കേണ്ടതിന് വേണ്ടി അവർ തിരക്കി. അപ്പോൾ യേശു ഇവിടെ ആയിരുന്നപ്പോഴും ഈ വചനം കേൾക്കാൻ താല്പര്യമുള്ള ഒരു കൂട്ടര് യേശുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, എപ്പോഴും, എല്ലാ സന്ദർഭത്തിലും. സ്തോത്രം. അപ്പോൾ ഈ യേശുവിൻ്റെ അരികെ വചനം കേൾക്കാൻ ഒത്തിരി പേര് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ യേശു എന്താ ചെയ്തറിയാമോ? പല സന്ദർഭങ്ങളിലും യേശുവിനോടൊപ്പം ഒത്തിരി പുരുഷാരമുണ്ടായിരുന്നു. ഈ പുരുഷാരമുള്ളപ്പോഴൊക്കെ യേശു ചെയ്യുന്നൊരു കാര്യമുണ്ട്, അവരോട് വചനം പറയും. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പുരുഷാരത്തെ കണ്ടപ്പോൾ യേശു മലയിൽ കയറി അവരോട് അവിടെയാണ് നമുക്ക് സ്തോത്രം തുടർന്നുള്ള യേശുവിൻ്റെ പഠിപ്പീരുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 32-ാം വാക്യത്തിലും യേശു ചെയ്തതുപോലെ മുൻപ് ചെയ്യുന്ന അവിടെ കാണുന്നത് 6:32 നോക്കിച്ചേ. വേർവിട്ട് പോയി. ഒക്കെ ശ്രദ്ധിക്കണേ. ഇപ്പൊ എവരിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞ് യേശു ഏകാന്ത സ്ഥലത്ത് വേർവിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ അവർ പോകുന്നത് പലരും കണ്ടറിഞ്ഞ് എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവിടേക്ക് ഓടി അവർക്ക് മുമ്പേ എത്തി. ശ്രദ്ധിച്ചേ, യേശു അവിടെ പോകുന്ന അറിഞ്ഞിട്ട് യേശു ചെല്ലുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? യേശു ചെല്ലുന്നതിന് മുമ്പ് എവിടെ എത്തി? അവിടെ എത്തി. എന്തിനാ? സ്തോത്രം. ചിലരൊക്കെ ചിരിക്കുന്നത് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലായി. സ്തോത്രം. ഹല്ലേലൂയ. യേശു ചെല്ലുന്നതിന് മുമ്പ് ആർത്തി ഉള്ളവൻ അവിടെ ചെന്നെന്ന്. സ്തോത്രം. നമ്മളൊക്കെ എല്ലാം കഴിഞ്ഞ് ആശീർവാദത്തിനൊക്കെ കുറച്ച് സമയം മുന്നേ അല്ലേ? പക്ഷെ ഈ വചനം കേൾക്കാൻ ആഗ്രഹമുള്ളവർ യേശു ചെല്ലുന്നതിന് മുമ്പേ അവിടെ ചെല്ലണം. പാസ്റ്റർ വരുന്നതിന് മുമ്പേ സഭയ്ക്കകത്ത് വരുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. അതൊരു ശരിയാ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ വചനം കേൾക്കാൻ ഒരു താല്പര്യം നമ്മളുടെ ഉള്ളിലുണ്ടാകണം. ഇവിടെ ഏത് കാലഘട്ടത്തിലും വചനം കേൾക്കാൻ കൊതിയുള്ള ഒരു കൂട്ടര് യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ 2-ാം വാക്യം എന്നിട്ട് നമ്മൾ പറയാ, യേശു അങ്ങനെ ജനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ മതി. അപ്പോൾ 2 പടക്, ഇത് ശ്രദ്ധിച്ചു പോവുക ഈ വാക്യം കൂടെ, 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. ഈ കടലിനെ സംബന്ധിച്ചോളം ചരിത്രം പറയുന്നത് ഒരേ സമയത്ത് തന്നെ ഏതാണ്ട് 4000-ൽ പരം ബോട്ടുകൾ, ചെറു ബോട്ടുകൾ ഈ തടാകത്തിൽ ഉണ്ടെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. 4000-ൽ പരം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു അതിലെ 2 ബോട്ട് എന്ത് ചെയ്യുക? കരയ്ക്ക് അടുത്ത് കിടക്കുക. ഓക്കെ. എന്നിട്ട് പറയുക അവയിൽ നിന്നും മീൻ പിടിക്കാർ ഇറങ്ങി. ആരാ പേരൊന്നും പറഞ്ഞിട്ടില്ല. അവയിൽ നിന്നും മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. സ്തോത്രം. ഇപ്പം ഈ വല കഴുകുന്നത് അവർ രാത്രി പിടിച്ച് മീനൊക്കെ ഒത്തിരി കിട്ടിയിട്ട് കഴുകലല്ല, ഒരു ചെറുമീനെ പോലും കിട്ടാതെ കഴുകുന്ന കഴുകല. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. സ്തോത്രം. ഈ കഴുകല് സന്തോഷത്തിൻ്റെ ഒരു കഴുകലല്ല, നിരാശയോടെ ഒന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള നിരാശയിൽ അവർ വല കഴുകിക്കൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ എന്നിട്ട് യേശു പറയാണ് വായിച്ചോ. ആ പടകുകളിൽ ശീമോനുള്ളതായ പടകിൽ. ഓക്കെ. ഇത് യേശു എങ്ങനെ അറിഞ്ഞേ? പേരൊന്നുമില്ലല്ലോ, ലേബലൊന്നുമില്ല. ശീമോൻ എന്ന് പേരൊന്നും പടകിനകത്ത് ഇല്ല. പക്ഷെ യേശു ഈ ശീമോനുള്ളതായ പടകിൽ യേശു കയറി. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഈ ശീമോനെ യേശുവിന് നേരത്തെ പരിചയമുണ്ടോ? പരിചയമുണ്ടോ? യേശുവിന് നേരത്തെ പരിചയമുണ്ടോ ശീമോനെ? കാണുമായിരിക്കും അല്ലേ? കാണുമായിരിക്കും. സ്തോത്രം. നമ്മൾ പല സുവിശേഷങ്ങളിൽ നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ ഇതിനു മുന്നേ യേശു പത്രോസിനെ ഒന്ന് തേടി ചെന്ന ഒരു അനുഭവമുണ്ട്. അന്ന് പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, അന്ന് പത്രോസ് യേശുവിൻ്റെ പുറകെ പോയില്ല. 2-ാമത്തെ ഒരു ഭാഗം കാണുന്നുണ്ട്. ഇതിനു മുന്നേ യേശു പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ കയറിയായിരുന്നു അല്ലേ? 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഇത് 4 ഏത് വാക്യാണെന്ന് അറിയത്തില്ല. 4-ാം അധ്യായത്തിൽ കാണാം. വായിച്ചോ. പള്ളിയിൽ നിന്ന് ഇറങ്ങി ശീമോന്റെ വീട്ടിൽ ചെന്നു. അപ്പൊ കണ്ടോ. അപ്പൊ ശീമോൻ ഇവിടെ വരുന്നതിന് മുന്നേ ശീമോനെ ചെറിയൊരു പരിചയം ഉണ്ട്. ശീമോന്റെ വീട്ടിൽ കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നേ. സ്തോത്രം. എന്നിട്ടാണ് ഇവിടെ പറയാ ശീമോനുള്ള പടകിൽ ഒന്നിൽ അവൻ കയറി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ മുതലാണ്
ഇൻക്രീസിൻ്റെ സ്റ്റെപ്സ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇത്രയും സംഭവം ബാക്ക്ഗ്രൗണ്ടായിട്ട് നിങ്ങൾ ഓർത്തിക്കോ. ഇവിടെ മുതൽ അടുത്ത ലെവലിലേക്ക് മാറുക. അവിടെ കയറി കഴിഞ്ഞിട്ട് എന്താ ചെയ്തേ? കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. ആദ്യം യേശു അവരോട് പറയുക, ഈ പടകിൽ നിന്നുകൊണ്ട് യേശുവിന് പുരുഷാരത്തോട് സംസാരിക്കണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കരയിൽ നിന്നും അല്പം നീക്കുക എന്നുള്ളതാണ്. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ ശ്രദ്ധിക്കണം, ഞാൻ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു, ഇസ് ഇൻഡിക്കേഷൻ ഓഫ് എ സെപ്പറേഷൻ. ഇൻക്രീസിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെപ്പറേഷനാണ്. സെപ്പറേഷൻ ഇല്ലാതെ ഒരു ഇൻക്രീസ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇവിടെ യേശു പടകിൽ കയറിയിട്ട് എന്ത് ചെയ്യുക? സ്തോത്രം. ആദ്യം യേശുവിന് ഒരുവൻ്റെ പടകിനകത്തോട്ട് യേശു വന്നാൽ യേശുവിന് ആദ്യം വേണ്ടുന്നത് ഒരു സെപ്പറേഷനാണ്. നീ ക്രിസ്തുവിലായാൽ നീ ഒരു പുതിയ സൃഷ്ടിയാണ്. പിന്നെ സെപ്പറേഷൻ ഇല്ലാതെ യേശുവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഇവിടെ യേശു പടക് അങ്ങോട്ട് നീക്കാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? പുരുഷാരത്തോട് സംസാരിക്കാൻ. അപ്പം ചിന്തിക്കണം, യേശുവിനോട് വചനം കേൾക്കാൻ പുരുഷാരം തിക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ തിക്കിക്കൊണ്ടിരിക്കുന്ന പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് യേശു സംസാരിച്ചാൽ അങ്ങ് പുറകെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കേൾക്കാനും കാണാനും പറ്റത്തില്ല. സ്തോത്രം. അപ്പോൾ യേശു എന്താ ചെയ്തറിയോ? പല സന്ദർഭങ്ങളിലും യേശു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടുണ്ടോ? സ്തോത്രം. നേരത്തെ നമ്മൾ കേട്ടല്ലോ, പുരുഷാരം കൂടി വന്നപ്പോൾ യേശു എവിടെ കയറി? മലയമേലിൽ കയറി, ഉയരത്തിൽ കയറി, ഒരു പാറപ്പുറത്ത് യേശു ഇങ്ങനെ കയറിയിരിക്കാൻ തുടങ്ങി. അപ്പോൾ യേശുവിന് എല്ലാവരെയും എന്ത് ചെയ്യാം? കാണാം. സ്തോത്രം. ഇവിടെ നോക്കിക്കേ, പുരുഷാരം യേശുവിൻ്റെ അരികെ കൂടി വന്നപ്പോൾ യേശു പടകിനകത്തോട്ട് കയറി എന്ത് ചെയ്തു? പടക് ഇങ്ങോട്ട് നീക്കാൻ ആവശ്യപ്പെടുക. അപ്പോൾ യേശുവിന് ഈ പടക് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യേശുവിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പുരുഷാരത്തോട് സംസാരിക്കും. പുൾപ്പിറ്റ. അപ്പോൾ ഈ പടക് കയറിയപ്പോൾ യേശു ആദ്യം ആവശ്യപ്പെട്ടത്, പത്രോസിനോട് പറയാം, എന്താ പറഞ്ഞേ? യേശുവിന് പുരുഷാരത്തോട് സംസാരിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഒന്നാമത്തെ സ്റ്റെപ്പ് കടലിൽ നിന്ന് അല്പം നീക്കുക. കരയോട് ചേർന്ന് കിടക്കുന്നിടത്തോളം കാലം യേശുവിന് പുരുഷാരത്തോട് സംസാരിക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? കരലിനോട് വേർപാട് ജീവിതം ഇല്ലാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ കൂടെ ദൈവത്തിന് നമ്മളോടും സംസാരിക്കാൻ പറ്റത്തില്ല, ആരോടും സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മളിൽ കൂടെ ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം സംസാരിക്കുന്നത്, സ്തോത്രം, നമ്മുടെ പടകിൽ യേശു വന്ന് ഒരു വേർപാടിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോഴാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ്, സ്തോത്രം, ദൈവം നമ്മോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. ഈ കരയോട് ചേർന്ന് കിടക്കുന്നിടത്തോളം കാലം യേശുവിന് പുരുഷാരത്തോട് സംസാരിക്കാൻ പറ്റത്തുമില്ല, പടക് നിറയത്തുമില്ല. അപ്പോൾ പടക് നിറയുവാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെപ്പറേഷനാണ്. നീ ഒരു സെപ്പറേറ്റഡ് ലൈഫ് ആണെങ്കിൽ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, പെന്തക്കോസ്തുകാരുടെ പ്രത്യേകതയാണ് വിശുദ്ധിയും, ഒന്നുകൂടെ പറഞ്ഞേ, വിശുദ്ധിയും വേർപാടും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾക്കൊരു വേർപാട് ലൈഫുണ്ട്, സെപ്പറേറ്റഡ് ലൈഫ് ഉണ്ട്. അതാണ് നമ്മുടെ ഐഡന്റിറ്റി. സ്തോത്രം. ഹല്ലേലൂയ. മറന്നു പോകരുത്, പെന്തക്കോസ്തിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ സെപ്പറേഷനാ. ഞാൻ ഉറപ്പിച്ച് പറയാതെ. സ്തോത്രം. ഇതില്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഐഡന്റിറ്റി ഇല്ലെന്നേ. വിശുദ്ധിയും വേർപാടുമാ. അതുകൊണ്ടാ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ പൂർവികന്മാർ ത്യാഗം സഹിച്ചത്, അവർ നിന്ദിക്കപ്പെട്ടത്, അവർ പള്ളിഭ്രഷ്ടരായത്, അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടത്. എന്താ കാരണം? വേർപാടിന് വേണ്ടി നിന്നത് കൊണ്ടാ, വിശുദ്ധിക്ക് വേണ്ടി നിന്നത് കൊണ്ടാ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾ വിശുദ്ധിക്കും വേർപാടും വേണ്ടി നിന്നാൽ ഒരുപക്ഷെ ജോലി സ്ഥലത്ത് ഒറ്റപ്പെട്ടതിരിക്കും, സ്കൂളിൽ നിങ്ങൾ ഒറ്റപ്പെട്ടതിരിക്കും. പക്ഷെ മറന്നു പോകരുത്, ദാറ്റ് ഈസ് അവർ ഐഡന്റിറ്റി. സ്തോത്രം. നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇഴുകിച്ചേർന്നതല്ല ഒരു സെപ്പറേറ്റഡ് ലൈഫ്. നിങ്ങൾ കോളേജിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരുടെ കൂടെ എല്ലാത്തിനും പോകുന്നതല്ല സെപ്പറേറ്റഡ് ലൈഫ്. സെപ്പറേറ്റഡ് ലൈഫ് ഈസ് യുവർ ഐഡന്റിറ്റി. ക്രിസ്തുവിലായതിന്റെ ഐഡന്റിറ്റിയാ സെപ്പറേറ്റഡ് ലൈഫ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നെങ്കിൽ ദാറ്റ്സ് ഐഡന്റിറ്റി. നിന്റെ സെപ്പറേറ്റഡ് ലൈഫാണ്. മറന്നു പോകരുത് യുവമക്കളെ, എല്ലാവർക്കും ഉള്ളതാ. നമുക്കിത് പ്രായോഗികമാക്കുന്നില്ലെങ്കിൽ നമ്മുടെ പെന്തക്കോസ്തിന്റെ ഐഡന്റിറ്റി നമുക്ക് ഇല്ലെന്ന് വേണം പറയാൻ. ഹല്ലേലൂയ.
ദൈവം ഒരുവൻ ക്രിസ്തുവിലായാൽ അതാണ് ഐഡന്റിറ്റി, സെപ്പറേറ്റഡ് ലൈഫ്. ഇവിടെ പടകിലോട്ട് യേശു കയറിയിട്ട് ആദ്യം യേശു പറയാ, നീക്ക് പടക്, കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് യേശു ആവശ്യപ്പെട്ടു. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. സ്തോത്രം. ഇത് പറഞ്ഞ മാത്രയിൽ, ഹല്ലേലൂയ, സ്തോത്രം, രണ്ടാമത്തെ പടിയാണ്, രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഇത് കേട്ട ഉടനെ എന്ത് ചെയ്തു? അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. മതി. സ്തോത്രം. അപ്പോൾ അതിന്റെ അർത്ഥം ആരോടാ ഇത് യേശു പറഞ്ഞേ? സ്വാഭാവികമായിട്ട്, കാരണം ശീമോന്റെ പടകിലാണല്ലോ കയറിയത്. അപ്പൊ പിന്നെ ആരാ നീക്കണ്ടെന്നേ? സ്തോത്രം. സബദി മക്കളല്ല വന്ന് നീക്കണ്ടെന്നേ. ആരുടെ പടകിൽ കയറിയോ അവരാ നീക്കണ്ടെന്നേ. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നിന്റെ പടകിനകത്ത് യേശു കയറിയിട്ടുണ്ടെങ്കിൽ നീയാ നിന്റെ ജീവിതത്തെ കരയിൽ നിന്ന് കടലിൽ അല്പം നീക്കേണ്ടത്. ഹല്ലേലൂയ. അതാ സെപ്പറേഷൻ ലൈഫ്. സ്തോത്രം. അപ്പൊ യേശു പത്രോസിനോട് പറഞ്ഞു, ശിമോനോട് പറഞ്ഞു അല്പം നീക്കാൻ. യേശു അപ്പോൾ അവിടെ കാണുന്നു പത്രോസ് അത് എന്ത് ചെയ്തു? അതിന് മുന്നേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ അതിന്റെ ഇൻ ബിറ്റ്വീൻ ലൈനാണ് ഞാൻ പറയുന്നത്. പത്രോസ് എന്ത് ചെയ്തു? നീക്കി. കാരണം ആ പറഞ്ഞതിന് ശേഷം പിന്നെ യേശു സംസാരിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ ബിറ്റ്വീനിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ യേശു ഇതിന്റെ മറ്റത്തെ പത്രോസ് എന്താ ചെയ്തേ? പടക് നീക്കി. യേശു പറഞ്ഞത് അനുസരിച്ചു. അപ്പം ഇത് പറഞ്ഞ മാത്രയിൽ പത്രോസ് എന്ത് ചെയ്തു? അനുസരിച്ചു. ഓക്കെ. പത്രോസ് വേണമെങ്കിൽ പറയാമായിരുന്നു, സ്തോത്രം, യേശുവേ, ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചു, വളരെ എക്സോസ്റ്റ് ആയിരിക്കുക, ഒത്തിരി ക്ഷീണിച്ചിരിക്കുക, തളർന്നിരിക്കുക, ഇനി എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന് വേണമെങ്കിൽ പത്രോസിന് പറയാമായിരുന്നു. ഓക്കെ. ഇവിടെ നോക്കിയേ. അപ്പോൾ എങ്ങനെയെങ്കിലും അന്ന് അപ്പോൾ കാരണം പിറ്റേ രാത്രിയിലും പുള്ളിക്ക് എവിടെ പോകണം അല്ലേ? പിറ്റേ രാത്രിക്കും പറയാമായിരുന്നു. യേശു പത്രോസിന് പറയായിരുന്നു, ഭർത്താവ്, ഈ എൻ്റെ പടക് മാത്രമേ ഉള്ളൂ, ഇവിടെ എത്രയോ പടകുണ്ട്, അതിനകത്തോട്ട് കയറിക്കേ എന്ന് പത്രോസിന് പറയാമായിരുന്നു. സ്തോത്രം. അല്ല, പത്രോസ് പറയും, കർത്താവേ, ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടിരിക്കുക, ഇനി എനിക്ക് പറ്റത്തില്ല, എന്നെ കൊണ്ട് കഴിയത്തില്ല, ഞാൻ ക്ഷീണിതനാണെന്ന് യേശു പത്രോസിന് പറയുന്നു. പക്ഷെ പത്രോസ് ഇതൊന്നും പറഞ്ഞില്ല. ഇതൊക്കെ നമ്മുടെ എക്സ്ക്യൂസാണ് പലപ്പോഴും, അല്ലേ? നമ്മളോട് കാര്യം പറയുമ്പം ഇതൊക്കെയാണ് നമ്മുടെ എക്സ്ക്യൂസ്. ഭയങ്കര രാവിലെ 9:30 മീറ്റിംഗ്, രാത്രി ഡ്യൂട്ടിയും കഴിഞ്ഞിട്ടാണ് പാസ്റ്റർ വരുന്നത്, 9 മണിയായിട്ട് 8 മണിയായിട്ട് വീട്ടിൽ വരത്തുള്ളൂ. ദാറ്റ്സ് ഓൾ അവർ എക്സ്ക്യൂസസ്. അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന് ദാറ്റ്സ് എക്സ്ക്യൂസസ്. പക്ഷെ പത്രോസ് എക്സ്ക്യൂസ് പറഞ്ഞില്ല. യേശു പറഞ്ഞ മാത്രയിൽ പത്രോസ് എന്ത് ചെയ്തു? പടക് നീക്കി. ഓക്കെ. എന്നിട്ട് സ്തോത്രം, ഹല്ലേലൂയ, അവിടെ യേശു പറഞ്ഞതുപോലെ പത്രോസ് എന്ത് ചെയ്തു? അനുസരിച്ചു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആരുടെ പടക നിറയുന്നറിയാമോ? അനുസരിക്കുന്നവരുടെ പടക നിറയുന്നത്. വർദ്ധനുവിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബീഡിയൻസ് ആണ്. സ്തോത്രം. കർത്താവ് അന്ന് പറഞ്ഞ കാര്യം പത്രോസ് അനുസരിച്ചെങ്കിൽ, ഹല്ലേലൂയ, അതവൻ്റെ നിറവിന് കാരണമായെങ്കിൽ, ഇന്ന് പകൽക്കാലം ഇടിയിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, സ്തോത്രം, ദൈവത്തിൻ്റെ വചനം ഒന്നാമത് നിങ്ങൾ അനുസരിക്കണം. 2, സ്തോത്രം, നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഒരു സ്തോത്രം നേതൃത്വമുണ്ട്, അല്ലെങ്കിൽ ഒരു സ്തോത്രം നേതൃത്വമുണ്ട്, അവരെ അനുസരിക്കണം. സ്തോത്രം. നമ്മൾ പലപ്പോഴും പലതിനും മിടുക്കന്മാരാണ്, എന്നാൽ മിടുക്ക് നോക്കാതെ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാവുന്നവൻ്റെ പടക നിറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിനർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പത്രോസ് വേണമെങ്കിൽ പറയാമായിരുന്നു യേശുവിനോട്, യേശുവേ, എന്നെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ പത്രോസ് അത് പറഞ്ഞില്ല. യേശു പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. എന്നിട്ട് വീണ്ടും എന്നിട്ട് യേശു പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. 4-ാം വാക്യം. സംസാരിച്ചു തീർന്നപ്പോൾ സംസാരിച്ച് തീർന്നപ്പോൾ എത്ര നേരം സംസാരിച്ചു? എത്ര നേരം സംസാരിച്ചു എന്നിവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ യേശു സംസാരിച്ചിടത്തെല്ലാം ചെറിയ സംസാരമല്ല സംസാരിച്ചേ. മത്തായിയുടെ സുവിശേഷത്തിൽ 3 ദിവസമൊക്കെയാണ് യേശു സംസാരിച്ചുകൊണ്ടിരുന്നത്. 3 ദിവസം. അറിയാമല്ലോ, പുരുഷാരത്തെ പൊഴിപ്പിച്ച യേശു എന്ന് പറഞ്ഞേ, ഈ 3 ദിവസം ഈ ജനം എൻ്റെ കൂടെ നിന്ന് കേട്ടോണ്ടിരിക്കുക. സ്തോത്രം. അപ്പോൾ യേശു സംസാരിക്കുന്ന സംസാരങ്ങളും യേശുവിൻ്റെ പ്രസംഗങ്ങളും വളരെ ഷോർട്ടൊന്നുമല്ല.
കാരണം ജനത്തിന് ആർത്തിയുണ്ട് കേൾക്കാൻ, ജനത്തിൻ്റെ ഉള്ളിലൊരു ദാഹമുണ്ട് കേൾക്കാൻ. സ്തോത്രം. അപ്പോൾ ഈ പത്രോസ് ഇത്രയും നേരം, അല്ലേ, എത്ര നേരം പറഞ്ഞില്ല, പക്ഷെ അത്രയും നേരം ഈ ശീമോൻ എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. യവൻ അവിടെ ഉണ്ട്. സ്തോത്രം. അപ്പോൾ ഇത്രയും നേരം പത്രോസിന് പറയായിരുന്നു, കർത്താവേ നീ സംസാരിച്ചോ, ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു നടക്കാം, ഞാൻ ഇന്ന് ഉറങ്ങിയിട്ടൊക്കെ വരാം എന്ന് പത്രോസ് പറയുന്നു. പക്ഷെ പത്രോസ് പറഞ്ഞില്ല. അവൻ സംസാരിക്കുന്നവരെയും എത്ര നേരം എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ടൈമിംഗ് ഉണ്ട്. സ്തോത്രം. ഒരു 40-35 മിനിറ്റ്. അത് കഴിഞ്ഞാൽ പലരും കൈ ഇങ്ങനെയൊക്കെ തിരിയും, അല്ലെങ്കിൽ ബൈബിളൊക്കെ ഒന്ന് അടയ്ക്കും, ഇല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് ഇതൊക്കെ ഇൻഡിക്കേഷനാണ്. എനിക്കിവിടെ നിന്ന് ഇതൊക്കെ മനസ്സിലാവും. സ്തോത്രം. ഇതൊക്കെ ഇൻഡിക്കേഷനാണ്. കാരണം മതി പാസ്റ്ററേ, ഇനി ഞങ്ങൾ കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, മനസ്സിലായോ? അല്ലെങ്കിൽ മതി പാസ്റ്ററേ, ഇത്രയൊക്കെ മതി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ പത്രോസ് ഒറ്റ പറഞ്ഞില്ല. യേശു സംസാരിച്ച് തീരുന്നിടം വരെ അവൻ ശ്രദ്ധയോടെ കേട്ടു. ഓക്കെ, യേശു സംസാരിച്ച് തീർന്നതിന് ശേഷം എന്താ ചെയ്തേ? അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. മതി. അടുത്ത കമാൻഡ്, അടുത്ത ആവശ്യം നിറവേറ, അടുത്ത കാര്യം. ഒന്നാമത് പടക അല്പം നീക്കാൻ പറഞ്ഞു. 2 അനുസരിക്കാൻ പറഞ്ഞു. 3 പറയുക ആഴത്തിലേക്ക് വലയിറക്കുക. ദിസ് ഇസ് എ നെക്സ്റ്റ് ലെവൽ ഓഫ് ഫെയ്ത്ത്. 3ാമത്തെ സ്റ്റെപ്പ്, നെക്സ്റ്റ് ലെവൽ ഓഫ് ഫെയ്ത്ത്. മറന്നുപോലെ നിറവിൻ്റെ 3 ഘടകങ്ങളാണ് ഞാൻ പറയുന്നത്. നെക്സ്റ്റ് ലെവൽ ഓഫ് ഫെയ്ത്ത്. അപ്പോൾ ഇറക്കുവാൻ യേശു പറഞ്ഞു. അപ്പോൾ അവിടെ പലരും ഉണ്ടെങ്കിലും എല്ലാവരോടും പറഞ്ഞില്ല യേശു വല നിൽക്കാൻ. പിന്നെ ആരോടാ പറഞ്ഞേ? ഏത് പടകിൽ യേശു കയറിയോ അവനോട് പറയുക, മീൻപിടുത്തത്തിന് ആഴത്തിലേക്ക് വല ഇറക്കുക, ആഴത്തിലേക്ക് വല ഇറക്കുക. ഈ ആഴത്തിലേക്ക് വല ഇറക്കുക, ദിസ് ആ യേശു പറയുമ്പോൾ ദിസ് കണ്ടെയ്ൻ ബോത്ത് കമാൻഡ് ആൻഡ് പ്രോമിസ്. ഇതൊരു കമാൻഡാണ്, അപ്പോൾ തന്നെ ഒരു പ്രോമിസാണ്. കാരണം കൂടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴത്തിലേക്ക് വലയിറക്കുക, മീൻപിടുത്തത്തിന് വലയിറക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫൂളിഷ് കാര്യമാണ്. എന്താ കാര്യം? എന്താ ഇത് ഫൂളിഷായിട്ട് തോന്നാൻ കാരണം? രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ലഭിക്കാത്ത ഒരു കാര്യം ഇപ്പം ലഭിക്കാൻ സാധ്യതയില്ലെന്ന് നല്ല മീൻപിടുത്തക്കാർക്കറിയാം. സ്തോത്രം. അതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം ഇതൊരു ഫൂളിഷ്നെസ് ആണ്, അത് വളരെ ഫൂളിഷായിട്ടുള്ള കാര്യമാണ്. പക്ഷേ it may look like a foolish, but it's not a foolish. മനസ്സിലാവുന്നുണ്ടോ? ദൈവം, സ്തോത്രം, നമുക്കറിയാം തിരുവചനം പഠിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും ദൈവം പറയുന്ന പല കാര്യങ്ങളും മാനുഷിക ബുദ്ധിക്ക് ഫൂളിഷ്നെസ് ആയിട്ട് തോന്നും. പക്ഷെ അത് ഫൂളിഷ്നെസ് അല്ല. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ദൈവം നോഹയോട് പറഞ്ഞു ഇതയ്യാ പെട്ടകം ഉണ്ടാക്കാൻ. അന്നത്തെ കാലത്ത് ജനം ചിന്തിക്കുമ്പോൾ ഇതെന്താണ്? ഫൂളിഷ്നെസ്സാ. അബ്സല്യൂട്ട്ലി. കാരണം മഴയില്ലാത്തടത്ത്, മഴ കണ്ടിട്ടില്ലാത്തടത്ത്, വെള്ളം കണ്ടിട്ടില്ലാത്തടത്ത് പെട്ടകം പണിയും വെള്ളപ്പൊക്കം വരുമെന്ന് പറഞ്ഞാൽ ഇതിൽ പുറം മടയത്തരം വേറെയുണ്ട്. പക്ഷേ ദൈവം പറഞ്ഞ കാര്യം ഒരു കമാൻഡായിരുന്നു. സ്തോത്രം. നമുക്കറിയാം യോശുവയോട് ദൈവം പറഞ്ഞു, നമുക്കറിയാവുന്ന കാര്യമാണ്. യോശുവയോട് എന്താ പറഞ്ഞേ? നിങ്ങൾ യെരിഹോ പട്ടണത്തിന് ചുറ്റും എന്ത് ചെയ്യണം? 7 ദിവസം ചുറ്റി നടക്കണം. അപ്പോൾ ഇത് ഫൂളിഷ്നെസ്സാ, പക്ഷേ അതൊരു ഫൂളിഷ്നെസ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ലോജിക്കായിട്ട് നിരക്കാത്തൊരു കാര്യം പറയുക. അപ്പോൾ പത്രോസ് പറയുക, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. സ്തോത്രം. എവിടെയാ വല വീശാൻ യേശു പറഞ്ഞേ? ആഴത്തിലേക്ക്. ആ സ്ഥലമെന്ന് പറയുന്നത് ഇന്നലെ രാത്രി മുഴുവനും വല വീശിയ സ്ഥലം, പരാജയപ്പെട്ട സ്ഥലം, ഒന്നും ലഭിക്കാത്ത സ്ഥലം, അധ്വാനം നിഷ്ഫലമായി പോയ സ്ഥലം ഒക്കെ. പത്രോസിന് പറയുന്നു, യേശുവേ ഇവിടെ ഏതായാലും ഒന്നുമില്ല, നമുക്ക് അടുത്ത തടാകത്തിൽ പോയി നമുക്ക് വല വീശാമെന്നല്ല എന്ന് വേണമെങ്കിൽ പത്രോസിന് പറയായിരുന്നു. കാരണം ഇവിടെ എന്ത് ചെയ്യില്ല, ഏതായാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു,
പരാജയപ്പെട്ട ഒരു സ്ഥലമാണ്, ലഭിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ ഒന്നും കിട്ടത്തില്ല, അടുത്ത തടാകത്തിൽ പോയി വീശാം എന്നല്ല ഇവിടെ കാണുന്നത്. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നീ വല ആഴത്തിലേക്ക് ഇറങ്ങേണ്ടത് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ സ്ഥലം, പ്രതീക്ഷയില്ലാത്ത സ്ഥലം, നിനക്ക് ലഭിക്കത്തില്ലെന്ന് മാനുഷിക ബുദ്ധി പറയുന്ന സ്ഥലം. സ്തോത്രം, ഹല്ലേലൂയ. കാരണം ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, ദൈവത്തിന്റെ ചില പ്രവൃത്തി നിന്നിൽ കൂടെ ചെയ്തെടുക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അങ്ങും ദൂരെയല്ല. നീ എവിടെ പരാജയപ്പെട്ടോ, എവിടെ നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടോ, എവിടെ നിനക്ക് സാധ്യമല്ലെന്ന് പറയുന്നോ, അവിടെ തന്നെ ദൈവം നിറയ്ക്കാൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എപ്പോഴും ദൈവമക്കൾ വിശ്വസിക്കണം, നിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി അനുഗ്രഹിക്കാമെന്നല്ല ദൈവം പറയുന്നത്. നീ പരാജയപ്പെട്ട ജോലിയിൽ ദൈവം അവിടെ നിന്നെ മാനിക്കാൻ കഴിയും ദൈവത്തിന്. നീ പരാജയപ്പെട്ട മേഖലയിൽ അവിടെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ സ്ഥലത്ത് നിനക്ക് ഒരു വർധന തരാൻ ദൈവത്തിന് കഴിയും. ഇവിടെ പത്രോസിന്റെ കാര്യം ചിന്തിച്ചല്ലോ, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാത്ത സ്ഥലത്ത്, പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ സ്ഥലത്ത്, അധ്വാനം നിഷ്ഫലമായി പോയ സ്ഥലത്ത്, അതേ സ്ഥലത്തേക്ക് യേശു പറയാ ആഴത്തിലേക്ക് വലയിറക്കുവാൻ. ഇന്ന് പകൽക്കാലം ഒരു ദൂത് ഞാൻ നിന്നോട് പറയാം, നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തെടുത്ത് ദൈവിക വാഗ്ദത്തം മുറുകെ പിടിക്കാമോ? നിന്നോടൊരു ദൂത് പറഞ്ഞാൽ അതിനകത്ത് ഉറയ്ക്കാമോ? അതനുസരിക്കാൻ തയ്യാറാകുമോ? അങ്ങനെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഹല്ലേലൂയ, നിറപ്പാൻ ദൈവം ശക്തനായ ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ. അല്ല, ആ ഒരു വിശ്വാസം അകത്തളത്തിൽ വരണം. ആമേൻ, സ്തോത്രം. പ്രതീക്ഷ പോയെടുത്ത് നിറയ്ക്കുന്നൊരു ദൈവമാ. ഇതിനകത്തിരിക്കുമ്പോൾ ദൈവാത്മാവ് ഞാൻ ദൂതായി വിളിച്ചു പറയാം, അല്ല എവിടെയെങ്കിലും നിന്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ, ആ പരാജയത്തെ ജയമാക്കി മാറ്റാൻ. എവിടെയെങ്കിലും നീ അധ്വാനിച്ചിട്ട് നിന്റെ അധ്വാനം നിഷ്ഫലമായി പോയിട്ടുണ്ടോ, എവിടെയെങ്കിലും നീ പ്രയത്നിച്ചിട്ട് ലഭിക്കാത്ത ഏരിയ നിന്റെ ജീവിതത്തിലുണ്ടോ, ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വാക്ക് കേൾക്കാൻ ആഴത്തിലേക്ക് വലയിറക്കാൻ പറയുമ്പോൾ ചോദ്യം ചെയ്യാതെ, സ്ഥലം നോക്കാതെ, സാഹചര്യം നോക്കാതെ, അവസ്ഥ നോക്കാതെ ഇറക്കാൻ നീ തയ്യാറായാൽ, ഹല്ലേലൂയ, പരാജയപ്പെടുത്തെടുത്ത് ഒരു വർധനവ് തരാൻ എന്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുക, ഹല്ലേലൂയ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ സ്ഥലം. കാരണം ഈ പറയുന്നത് ഏതാണ്ട് നട്ടുച്ച സമയമായി. ഞാൻ പറഞ്ഞല്ലോ, യേശു എത്ര നേരം സംസാരിച്ചെന്ന് അറിയത്തില്ല. രാവിലെ യേശു വന്നതാണ്, പടക് നീക്കി സംസാരിച്ച് ഒരു ഉച്ചയായെന്നിരിക്കട്ടെ. നോർമലി മീൻപിടുത്തം ഉച്ചയ്ക്ക് നടക്കത്തില്ല, കാരണം വെള്ളം ക്ലിയർ ആണ്, ഫിഷ് വരത്തില്ല. സ്തോത്രം. പിന്നെ അതുകൊണ്ടാണ് ഇവരെപ്പോൾ പിടിക്കുന്നത്? രാത്രിയിൽ പിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച്, മീൻപിടുത്തം രാത്രിയിലാണ്. ഈ സമയത്ത് ഇവിടെ ആരും വല വീശാറില്ല. എന്ന് പറഞ്ഞാൽ അനുകൂലമായ ഒരു സമയമുണ്ട്. ഏത് കാര്യത്തിനും അനുകൂലമായ ഒരു സമയമുണ്ട്. അത് നമ്മുടെ സമയമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മൾ കണക്കുകൂട്ടി വെച്ചേക്കുന്ന ഒരു സമയമുണ്ട് എല്ലാത്തിനും. ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന സമയമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പറയുന്നൊരു സമയമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടത്താൻ ഇന്ന സമയം എന്നൊക്കെ റിപ്പോർട്ടൊക്കെ വെച്ചുകൊണ്ട് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ആ കാൽക്കുലേഷനാ രാത്രിയിലെ മീൻപിടുത്തം. നമ്മുടെ സമയം ആ രാത്രിയിൽ മീൻപിടുത്തം. എന്നാൽ ദൈവത്തിന്റെ സമയം രാത്രിയിലല്ല, ദൈവത്തിന്റെ സമയം പകല. ആമേൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ പറയാം, സ്തോത്രം, നിന്റെ സമയമല്ല എൻ്റെ ദൈവത്തിന്റെ സമയം. നീ ചിന്തിക്കുന്ന നേരത്തല്ല നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുന്നത്. ദൈവം ഒരു സമയം കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ദൂതായിട്ടെടുത്തോ, നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ, നിന്റെ വാഗ്ദത്തം നിറവേറ്റാൻ ദൈവം കുറിച്ച് വെച്ചിരിക്കുന്ന ഒരു പകൽ സമയമുണ്ട്. അത് രാത്രിയിലല്ല, രാത്രിയിലെ മീൻപിടുത്തമല്ല, പകൽ സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവകരമുണ്ട്. സ്തോത്രം. ഇവിടെ കാണുന്നു, ആ സമയത്ത് പകൽ സമയം, അനുകൂലമല്ലാത്ത സമയം, അനുകൂലമല്ലാത്ത സ്ഥലത്ത്, സ്തോത്രം, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ദൈവം വർദ്ധിപ്പിക്കുന്നതൊക്കെ സാഹചര്യങ്ങൾ അനുകൂലമായ മേഖലകളിലല്ല. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ എവി പാസ്റ്റർ പറഞ്ഞ ആ ഒരു ഭാഗം ഞാൻ വീണ്ടും ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഇസഹാക്ക് ക്ഷാമകാലത്ത് വിതച്ചു. സ്തോത്രം. ഡ്രൈ ലാൻഡിൽ കൊണ്ട് വിത്ത് വിതയ്ക്കുക. ശ്രദ്ധിക്കണം, ഡ്രൈ ലാൻഡിൽ
ഒരു തുള്ളി വെള്ളമില്ല, ദേശത്ത് വരൾച്ച നടക്കുക, പോഷത്വമാ ആ സ്ഥലത്ത് കൊണ്ട് വിത്ത് വിതയ്ക്കുന്ന. ആരെങ്കിലും ചെയ്യുമോ? നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഏതെങ്കിലും കൃഷിക്കാർ ചെയ്യുമോ? ചെയ്യത്തില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, സകലതും പ്രതികൂലമാണെങ്കിലും ഒന്നും അനുകൂലമല്ലെങ്കിലും ഒരു തുള്ളി വെള്ളത്തിന്റെ നനവ് പോലെ ഇല്ലെങ്കിലും വിശ്വാസത്തോടെ വിതയ്ക്കുന്നവനെ വർദ്ധിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ ദൂതേറ്റെടുത്തോണം. നിന്റെ സാഹചര്യങ്ങൾ മുഴുവനും പ്രതികൂലമാണ്. നിന്റെ അവസ്ഥ നോക്കിയാൽ ഒന്നും നടക്കത്തില്ല. നിന്റെ അവസ്ഥ നോക്കിയാൽ ഒരു തുള്ളി വെള്ളത്തിന്റെ നനവ് പോലുമില്ല. അവിടെ വിത്തിട്ടാലും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ വിത്തിനെ മുളപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതാണ് ദൈവപ്രവൃത്തി, അതാണ് ദൈവത്തിന്റെ വർധനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മളെല്ലാം സ്മൂത്താക്കി നമ്മുടെ വിതയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്ത് അതിൻ്റെ സമയത്ത് നിലമൊക്കെ ഒരുക്കി വൃത്തിയാക്കി നനവുള്ളം ഇവിടെ വരുന്നതുവരെ, മഴ വരുന്നതുവരെ നമ്മൾ കാത്തിരിക്കുക. പക്ഷേ ഇവിടെ ഇസ്ഹാക്ക് നോക്കിക്കേ, സ്തോത്രം, ക്ഷാമകാലത്ത് വെണ്ടി കീറിയ നിലത്തിന്മേൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെണ്ടി കീറിയ നിലം കണ്ടിട്ടുണ്ടോ? സ്തോത്രം, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട. പണ്ട് വയലേക്ക് പോയി അതുപോലുള്ള സ്ഥലം, അതിനകത്ത് വിത്ത് കൊണ്ടിട്ടുള്ള സ്ഥിതി ഒന്ന് ഓർത്ത് നോക്കിയേ. പറവ കൊണ്ട് പോകത്തേ ഉള്ളൂ അല്ലേ? സ്തോത്രം. അവിടെയാ ഇസ്ഹാക്ക് വിതച്ചത്. അനുകൂലമല്ലാത്തടത്ത് അവിടെ കാണുന്നത് ആ ആണ്ടിൽ വല്ലവർക്കും മനസ്സിലാവുന്നുണ്ടോ? ആ ആണ്ടിൽ, ഏത് ഡ്രൈ ആയിട്ട് കിടന്ന ലാൻഡിൽ വിതച്ചപ്പോൾ ആ ആണ്ടിൽ. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, പ്രതീക്ഷ അറ്റുകിടക്കുന്ന മണ്ഡലങ്ങളിൽ ഈ ആണ്ടിൽ ചില 100 മേനി ചില കുടുംബത്തിനകത്ത് വിളയാൻ പോവുക, ചില 100 മേനി ദൈവസഭയ്ക്കകത്ത് വിളയാൻ പോകുക, ചില 100 മേനി തലമുറയിൽ വരാൻ പോകുക. ഓ ഹല്ലേലൂയ. വിശ്വസിക്കാൻ തയ്യാറാകണം ദൈവമക്കളെ, വിശ്വസിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഡ്രൈ ലാൻഡിൽ വിതച്ചാൽ 100 മേനി വിളയിക്കാൻ ദൈവത്തിന് കഴിയും. അതാ ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്. സ്തോത്രം. അബ്സല്യൂട്ട്ലി അനുയോജ്യമല്ലാത്ത വെള്ളത്തിനകത്ത്, അനുയോജ്യമല്ലാത്ത സമയത്ത്, അനുയോജ്യമല്ലാത്ത സ്ഥലത്ത് ആഴത്തിലേക്ക് വല വീശാൻ പത്രോസിന് പറഞ്ഞപ്പോൾ അനുസരിച്ച പത്രോസിന് വേണ്ടി വലിയ നിറച്ചൊരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരുന്നിക്കുന്ന ദൈവമക്കളോട് ഞാൻ ദൂത് വിളിച്ച് പറയാം, നിനക്ക് വേണ്ടി എന്റെ കർത്താവ് ചിലത് ചെയ്യാൻ പോകുകയാ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് ചിലത് ചെയ്യാൻ പോകുകയാ. ഒരു വർധനവ് എന്റെ ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിത സാഹചര്യം അനുകൂലമല്ലോ, നിന്റെ ശരീരം അതിന് അനുകൂലമല്ല, നിന്റെ സാമ്പത്തികം അതിന് അനുകൂലമല്ല. എന്താ വിശ്വസിക്ക്, 2026 ഹല്ലേലൂയ നിന്റെ കുടുംബത്തിനകത്ത് നിനക്ക് വേണ്ടി ഒരു ഭവനം, നിനക്ക് വേണ്ടി ഒരു ജോലി കർത്താവ് വർദ്ധിപ്പിച്ചു തരാൻ ദൈവത്തിന് കഴിയും. സ്ഥിതിയെ ദൈവത്തിന് മാറ്റാൻ കഴിയും. സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത അവസ്ഥയിൽ, ആമേൻ, അനുകൂലമല്ല. ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിന്റെ കയ്യിൽ ഒന്നുമില്ല. ഒരു വീടെന്ന് പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഇതിനകത്തിരിക്കുന്നതോട് ദൂതാ ഞാൻ പറയുന്നേ, അല്ല ചിലരോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാ. ഒരു ഭവനം നിനക്ക് തരാമെന്നുണ്ടെങ്കിൽ, അല്ല ദൂതാ ഞാൻ വിളിച്ചു പറയുന്നത്, നിന്റെ കൈ ഡ്രൈ കയ്യാ, അല്ല ഒരു പൈസ നിന്റെ കയ്യിലില്ല. പക്ഷേ സ്തോത്രം, വിശ്വസിക്കാൻ തയ്യാറാകുക ദൈവമക്കളെ. അല്ല ഡ്രൈ ആയിട്ടുള്ള നിന്റെ കൈയിനെ അല്ല പെരുത്ത അല്ലേലൂയ നിറവ് നൽകി തരാൻ അല്ലേലൂയ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്ക് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? യെസ്, ഹല്ലേലൂയ. നിന്റെ ശരീരം പലതിനും അനുകൂലമല്ല. വാഗ്ദത്തങ്ങളുണ്ട്, പക്ഷെ അനുകൂലമല്ല. അവിടെ കർത്താവിന് ചെയ്യാൻ കഴിയും. ഇവിടെ സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. പത്രോസിന് അറിയാം എവിടെ എപ്പോൾ വല വീശണമെന്നും എപ്പോൾ വീശണമെന്നും. കാരണം പ്രൊഫഷണലി ഹി ഈസ് എ ഫിഷർമാൻ. Then vice versa, what about Jesus? Professionally he is not a fisherman. Professionally he is a carpenter. കാർപ്പൻറ്ററും ഫിഷർമാനുമായിട്ട് എന്താ ബന്ധം? ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിലേക്ക് ചെന്നിട്ട് പിന്നെന്തുവാ വേറെ ഒന്ന് പറഞ്ഞു
ഒരു ബേക്കർ എന്നിട്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയർക്ക് പറയാ, ഇടേ ആ മൗസ് അങ്ങനല്ല, അങ്ങോട്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു നോക്കിയേ, എന്തോ ഫൂളിഷ്നെസ്സാ. ഇതുപോലെ ഇവിടെ നടക്കുന്നേ. പ്രൊഫഷണലി രാപ്പകൽ വെള്ളത്തിൽ അധ്വാനിച്ച് മീൻ പിടിക്കുന്ന പത്രോസിന്റെ അരികിലേക്ക് ഒരു കാർപ്പൻ്റർ എന്ന് പറയാം, നീ ആഴത്തിലേക്ക്, അതും യോഗ്യമല്ലാത്ത, അനുയോജ്യമല്ലാത്ത, പരാജയപ്പെട്ട ഒരു മണ്ഡലത്തിൽ. പക്ഷെ അവിടെയും ഒരു പ്രത്യേക കാണാം. അതാ 7-ാം വാക്യത്തിൽ 6-ാം വാക്യത്തിൽ കാണുന്നത്. എങ്കിലും ആ വാക്ക എങ്കിൽ, ഈ വാക്കിന് വലിയ അർത്ഥമുള്ളത്. ഓക്കെ, സ്തോത്രം. എനിക്ക് ആ പത്രോസിന്റെ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പത്രോസിന്റെ ആ റിപ്ലൈ, ആ മറുപടി. തിങ്കപ്പെടുത്താൻ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. God, you are saying this. I know very well this is not the right place. This is not the right time. This is the place which I failed at last night. This is a place which I couldn't get a single tiny fish. But nevertheless, ശ്രദ്ധിക്കണം വാക്കിന്റെ അർത്ഥം. എങ്കിലും ഇന്ന് പകൽക്കായി ഈ ഒരു വാക്ക് പറയാൻ എത്ര പേര് തയ്യാറാകും? യെസ്, എവരിതിങ് ഓപ്പോസിറ്റ്. എല്ലാം അനുകൂലമല്ല, ഒന്നും അനുകൂലമല്ല. ബട്ട് ഇഫ് യു റെഡി ടു സേ ദാറ്റ് വേർഡ് നെവർത്ത്ലെസ്, എങ്കിലും കർത്താവേ, എങ്കിലും കർത്താവേ, ഇതിനകത്തിരിക്കുന്ന ചിലരുടെ ദൈവത്തിന്റെ ആത്മാവ് പറയാ, ഈ വാക്കിന്റെ മുന്നിൽ കർത്താവിന് ചിലത് ചെയ്യാൻ കഴിയും. ഇവിടെ പത്രോസ് എല്ലാം പറഞ്ഞിട്ട് പറയാ, സ്തോത്രം, because you say so, because you say so. ശ്രദ്ധിക്കണം, സാധാരണ മനുഷ്യരല്ല ഈ പത്രോസ് പറയുന്നത്. മീൻപിടുത്തക്കാരുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. മുക്കന്മാരുടെ ഏരിയയിൽ പോയിട്ടുണ്ടോ? അറിയാമല്ലോ. അവർ വളരെ റഫ് മനുഷ്യരാ. അവരുടെ കഷ്ടപ്പാടിൻ്റെ റെഫറൻസ് അവരുടെ ജീവിതത്തിലുണ്ട്. അവരുടെ അധ്വാനത്തിൻ്റെ റെഫറൻസ് അവരുടെ ഇടപാടുകളിലുണ്ട്. അത്രയും റഫായിട്ടുള്ളൊരു മനുഷ്യൻ്റെ അരികിൽ യേശു എന്ന് പറഞ്ഞപ്പോൾ അവനോട് യേശു തിരിച്ചു പറയാ, ബട്ട് ബിക്കോസ് യു സേ സോ, നീ പറഞ്ഞതുകൊണ്ട്. ഇന്ന് പകൽക്കാലം മനുഷ്യൻ്റെ വാക്ക് നോക്കേണ്ട പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഒരു വാക്ക് കേട്ടാൽ ആർ യു റെഡി ടു ബിലീവ്? അവിടെ പറയാ നെവർ, അവിടെ പറഞ്ഞിരിക്കുന്നതാണ് nevertheless at thy word. KJV അങ്ങനെ കൊടുക്കുന്നത് nevertheless at thy word, because you say so. എങ്കിലും സാഹചര്യം അനുകൂലമല്ലാത്തപ്പോൾ, എല്ലാം വിപരീതമായിരിക്കുമ്പോൾ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ സ്ഥലത്ത്, പ്രതീക്ഷ ഒട്ടുമേ ഇല്ലാത്ത സമയത്ത്, എങ്കിലും നിന്റെ വാക്കിന്റെ മുന്നിൽ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയട്ടെ, ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി കണ്ടിട്ടുള്ളവരെല്ലാം ഈ എങ്കിലും എന്നൊരു വാക്കിന്റെ മുന്നിൽ അനുസരിച്ചവരാ. സ്തോത്രം. മോശയോട് ദൈവം പറഞ്ഞു, ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, ചെങ്കടലിന്റെ മുന്നിൽ നിൽക്കുക. ദൈവം പറഞ്ഞു, മോശ പറയാ, ഇത് ഇമ്പോസിബിളാ, പക്ഷെ എങ്കിലും നീ പറഞ്ഞു വടി നീട്ടാൻ. സ്തോത്രം, ഹല്ലേലൂയ. വീണ്ടും നോക്കിക്കേ, യോശുവ ഉയർന്നു നിൽക്കുന്ന യെരിഹോവിന്റെ മുന്നിലാണ് നിൽക്കുന്നേ. ദൈവം പറഞ്ഞു, അവർ അടച്ച് ഉറപ്പാക്കി വെച്ചിരിക്കുക. ദൈവം പറഞ്ഞു, നീ ഒന്ന് ചുറ്റ്. ഫൂളിഷ്നെസ്സാ. പക്ഷെ യോശുവ പറഞ്ഞു, എങ്കിലും നീ പറഞ്ഞത് ഞാൻ അനുസരിക്കുക, എങ്കിലും നീ പറഞ്ഞത് ഞാൻ കേൾക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എങ്കിലും എന്ന വാക്കിന്റെ മുന്നിൽ അനുസരിക്കാൻ എത്ര പേര് തയ്യാറാകും? ഇതിനകത്തിരിക്കുന്ന പ്രിയ സഹോദരി സഹോദര, നിന്റെ ജീവിതമെല്ലാം വിപരീതമാണെങ്കിലും ഇന്ന് പകൽക്കാലം ഒരു വാഗ്ദത്തം നിന്നോട് പറയുന്നെങ്കിൽ, ഒരു ദൂത് നിന്നോട് പറയുന്നെങ്കിൽ, നിന്റെ ലോജിക്ക് വെച്ച് ചിന്തിക്കാതെ, ഇതിനകത്ത് ലോജിക്കായിട്ട് ചിന്തിക്കുന്നവരൊക്കെ കുറെ പേർ ഉണ്ട്, പക്ഷെ ലോജിക്ക് വെക്കാതെ എങ്കിലും കർത്താവേ എന്ന് പറഞ്ഞൊരു കാൽച്ചുവട് വെക്കാൻ തയ്യാറായാൽ, സ്തോത്രം, ഇവിടെ എങ്കിലും ഞാൻ വലയിറക്കാം. I will let down the nets. We still, ശ്രദ്ധിക്കണമേ, still we have the part to do. ഇവിടെ പത്രോസ് യേശുവിന് വേണമെങ്കിൽ അവൻ്റെ വില അങ്ങ് നിറയ്ക്കാമായിരുന്നു, പക്ഷേ യേശു നിറച്ചില്ല. ദൈവം തരും,
പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് കൈകെട്ടി ഇരിക്കുന്ന ഒരു കാര്യമല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. വി സ്റ്റിൽ ഹാവ് ടു ഡു, ഓക്കെ, വാട്ട് വി ഹാവ് ടു ഡു. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. വിത്തൗട്ട് ഗോഡ് വി കാൺ ഗെറ്റ് എനിത്തിങ്. വിത്തൗട്ട് ഗോഡ് വി കാൺ ഡു എനിത്തിങ്. ബട്ട് without us God can't do anything. നിങ്ങളുടെ പറയാം. Without God we can't, but without us he won't. നമ്മളെ കൂടാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല നമുക്ക് വേണ്ടി. പക്ഷെ ദൈവത്തെ കൂടാതെ നമുക്കൊന്നും പറ്റത്തുമില്ല. ഒന്നുകൂടെ ഓർക്കണം. ഇവിടെ പത്രോസിന്റെ വിലയെ നിറയ്ക്കാൻ ദൈവത്തിന് കഴിയും. പക്ഷെ പത്രോസിന് ദൈവത്തിന് ആവശ്യം അവൻ ചെയ്യണം. He need to do his part. ഇന്ന് പകൽക്കാലം നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ദൈവം വാഗ്ദത്തം ചെയ്തു എന്ന് പറഞ്ഞ് കയ്യും കെട്ടിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. When you do your part, God will do the rest. സ്തോത്രം. എന്താ നമ്മുടെ പാർട്ട്? ഒരു വാഗ്ദത്തം കിട്ടിയാൽ വല ഇറക്കാൻ പറഞ്ഞാൽ ഇറക്കുന്നത് നമ്മുടെ ജോലിയാ. ആഴത്തിലേക്ക് നീക്കാൻ പറഞ്ഞാൽ നീക്കുന്നത് നമ്മുടെ ജോലിയാ. സ്തോത്രം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുക. സ്തോത്രം. അങ്ങനെ 6-ാം വാക്യം, അങ്ങനെ ചെയ്തപ്പോൾ എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടി. മറ്റുള്ളവർ, ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാ, ഞാൻ സമയമില്ലല്ലോ. മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന ഒരു വർത്തനവ് എവിടെയാണ്? ശ്രദ്ധിക്കണം. പ്രതീക്ഷ പരാജയപ്പെട്ട സ്ഥലത്ത്, പ്രതീക്ഷ പോയ സ്ഥലത്ത്, ഹോപ്പില്ലാത്ത സ്ഥലത്ത് ദൈവത്തിൻ്റെ വാക്കിൻ്റെ മുന്നിൽ, എങ്കിലും എന്ന വാക്കിൻ്റെ മുന്നിൽ അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വലിയ വർധനവ് അവിടെ ഉണ്ടായി. പെരുത്ത മീൻകൂട്ടം ലഭിച്ചു. സ്തോത്രം. പെരുത്ത മീൻകൂട്ടം ലഭിച്ചു എന്ന് അവിടെ നാം കാണുന്നത്. അവരുടെ വല എന്നിട്ട് താഴോട്ട് പറഞ്ഞിരിക്കുന്നു, വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ നാം ശ്രദ്ധിക്കണമേ. പറഞ്ഞു വന്നതിന്റെ സാരം ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സ് പത്രോസ് ചെയ്തപ്പോൾ ഒന്നാമത് നമ്മൾ കേട്ടു. സ്തോത്രം. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു പറഞ്ഞത്? സെപ്പറേറ്റ്. നമ്പർ 2, രണ്ടാമത് കാരണം പറഞ്ഞു obeyed. നമ്പർ 3, gone to next level of faith. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ സ്തോത്രം ദൈവം അവനെ വർദ്ധിപ്പിച്ചു, അതിൽ നിറച്ചു എന്നാണ്. സ്തോത്രം. എന്നിട്ട് അവിടെ താഴോട്ട് വായിക്കുമ്പോൾ അതും കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്താം. സ്തോത്രം. അതിന്റെ താഴോട്ട് പറഞ്ഞിട്ട് വായിച്ചേ. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഏറ്റവും അവസാനത്തെ വാക്യം 11-ാം വാക്യം വായിച്ചു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലതും വിട്ട് അവനെ അനുഗമിച്ചു. സ്തോത്രം. നിറവ് കിട്ടിയപ്പോൾ പത്രോസ് നിറവിന്റെ പുറകെ പോയില്ല, നിറച്ചവന്റെ പുറകെ പോയി. നമ്മളിൽ പലപ്പോഴും നമ്മുടെ പരാജയം എന്തറിയാമോ? നമ്മളെ നിറച്ചു കഴിയുമ്പോൾ നമ്മൾ നിറവിൻ്റെ പുറകെ പോവുക, നിറച്ചവൻ്റെ പുറകിൽ നിന്ന് അകന്നു നിൽക്കുക. ഇവിടെ പത്രോസ് നിറച്ചു കഴിഞ്ഞപ്പോൾ സ്തോത്രം ഈ പടക് ഇത്രയും ലഭിക്കാതിരുന്ന അവൻ്റെ ജീവിതത്തിൽ അവർക്കെല്ലാം സംഭ്രമം പിടിച്ചു. കാരണം എന്താ അറിയാമോ? അവിടെ ഇന്ന് വരെയുള്ള ലൈഫിൽ ഇത്രയും വലിയൊരു പെരുത്ത മീൻകൂട്ടം അവർ പിടിച്ചിട്ടില്ല. അവർ ഇത്രയും വലിയൊരു പെരുത്ത മീൻകൂട്ടം കണ്ടിട്ടില്ല. അതുകൊണ്ട് അവർക്ക് സംഭ്രമം പിടിച്ചത്. 2, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ഒരു വർധനവാ, അതുകൊണ്ടാണ് സംഭ്രമം പിടിപ്പിച്ചത്. 3, അസമയത്ത യോജ്യമല്ലാത്തൊരു സമയത്ത വർധനവ്, അതുകൊണ്ടാണ് സംഭ്രമം പിടിച്ചത്. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വർധന കണ്ട് ചിലരൊക്കെ സംഭ്രമിക്കാൻ പോവുക. സ്തോത്രം. എന്നിട്ട് പത്രോസ് വേണമെങ്കിൽ ഇതെല്ലാം നേരെ ഒന്നാമത് വീട്ടിൽ പട്ടിണിയാ, കഷ്ടത അനുഭവിക്കുക, ഇതെല്ലാം കൊണ്ട് വിറ്റ് പൈസ മേടിച്ചിട്ട് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് പത്രോസിന് പോകാമായിരുന്നു. പത്രോസ് എന്താ ചെയ്തേ? ഇതെല്ലാം കരയ്ക്ക് കൊണ്ട് അടിച്ച് റെഡിയാക്കി ഇതെല്ലാം ബാക്കിയുള്ള പക്ക വിട്ടിട്ട് എന്താ ചെയ്തു? സകലതും വിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഉപജീവിതത്തിൻ്റെ മാർഗമായിരുന്ന പടക്, വല, അപ്പോൾ പിടിച്ച പെരുത്ത മീൻകൂട്ടം, ഇതെല്ലാം വിട്ടിട്ട് യേശു പത്രോസിൻ്റെ പുറകെ പോയി. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഏതാ വലുത്? നിറവാണോ നിറച്ചവനെയാണോ?
നിനക്ക് നന്മ നൽകി തന്ന നന്മയാണോ നിനക്ക് വലുത്, അതോ നന്മ നൽകി തന്ന ദൈവമാണോ വലുത്? ഇന്ന് പകൽക്കാലം അതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നന്മയെ ലഭിച്ചവന്റെ പുറകെ പോകുക, നന്മയുടെ പുറകെ പോകുകയല്ല, നന്മ നൽകി തന്ന ദൈവത്തിന്റെ പുറകെ പോകാൻ ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് അല്ലെ ദൈവാത്മാവിനെ വിളിച്ച് പറയാ, ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം ചില വർദ്ധനവ് തരാൻ ദൈവത്തിന് കഴിയും. പ്രതീക്ഷയില്ലാത്തടത്ത്, സാഹചര്യം അനുകൂലമല്ലാത്തടത്ത്, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചെടുത്ത് ചില വർദ്ധനവ് തരാൻ ദൈവത്തിന് കഴിയും. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു സെപ്പറേറ്റഡ് ലൈഫ്, ഒരനുസരിക്കുന്ന ജീവിതം, ഒരടുത്ത തലത്തിലേക്കുള്ള ഒരു കമ്മിറ്റ്മെന്റ്. അങ്ങനെ നീ ചെയ്യാൻ തയ്യാറായാൽ, എവിടെ നീ പരാജയപ്പെട്ടോ, എവിടെ നിന്റെ പ്രതീക്ഷ പോയോ, എവിടെ സാധ്യമല്ലെന്ന് നിന്റെ സുഹൃത്തുക്കളും നിന്റെ ഡോക്ടേഴ്സും നിന്റെ ചുറ്റുപാടുകളും പറയുന്നു, അവിടെ ചിലത് ചെയ്യാൻ. നിന്നെ ഇവിടെ നിന്ന് പരാജയപ്പെട്ട നിന്നെ സ്കോട്ട്ലാൻഡിൽ കൊണ്ടുപോയി അനുഗ്രഹിക്കുന്നല്ല കർത്താവ് പറഞ്ഞേ. ഇവിടെ പരാജയപ്പെട്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ കൊണ്ടുപോയി അനുഗ്രഹിക്കാന്നല്ല പറഞ്ഞേ. നീ പരാജയപ്പെട്ട സ്ഥലത്ത്, നിന്റെ പ്രതീക്ഷ പോയ സ്ഥലത്ത്, നിന്റെ എല്ലാം വിപരീതമായ സ്ഥലത്ത് നിന്നെ വർദ്ധിപ്പിക്കാമെന്ന ദൈവത്തിന്റെ വാഗ്ദത്തമെങ്കിൽ ഇന്ന് പകൽക്കാലം എങ്കിലും എന്ന വാക്കിന്റെ മുന്നിൽ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നല്ല കർത്താവേ, ഒരുമിച്ച് അങ്ങയുടെ മുന്നിൽ ഞങ്ങൾ തലകട മണക്കുന്നു. അങ്ങയുടെ വാക്കിന്റെ മുന്നിൽ ഇതാ അടിയങ്ങൾ പത്രോസിനെ പോലെ അടിത്തറ പറഞ്ഞ്, എങ്കിലും അങ്ങ് പറയുന്നത് കേട്ട് ഞങ്ങളുടെ കാൽച്ചുവടുകളെ ഈ വർഷം മുന്നോട്ട് നീക്കുമ്പോൾ കർത്താവെ, പരാജയപ്പെട്ട മേഖല ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പരാജയപ്പെട്ട സ്ഥലത്തൊരു വർധനവ് ദൈവം നൽകണമേ. കുടുംബത്തിനകത്ത്, വ്യക്തി ജീവിതത്തിനകത്ത്, തലമുറയുടെ മേല്, സഭാ അന്തരീക്ഷത്തിനകത്ത് കർത്താവ് ഒരു വർധനവ് സംഭവിക്കട്ടെ. ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി സമർപ്പിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.